ഞാൻ ഇപ്പൊ എത്തല്ലോ, ഒരു 15 മിനിറ്റ് ഉറപ്പ്. പിക്കോ, ഒരു സെക്കൻഡ് കേട്ടാ. എന്താ നിന്ന് നിർത്തിയേ? ദേ, ഈ ഊള പരിപാടി ഇപ്പം നിർത്തിയേക്കണം. ഓ, വീട്ടിൽ നിന്ന് കേറിയപ്പം മുതൽ തുടങ്ങിയ സൊള്ളലാണല്ലോ. ഒന്നെങ്കിൽ നീ ഫോൺ വെക്ക്, അല്ലെങ്കിൽ നീ ഓട്ടോയും വിളിച്ച് പോവാൻ നോക്കും. എടാ ഞാൻ വിളിക്കാട്ടാ. കോളേജിൽ ചെന്നാലേ ആ തിരുമോന്ത കാണാൻ തന്നെയല്ലേ പോണത്. ഹലോ, എന്റെ പടോ എവിടെ? അടിപൊളി. നീ മോഡലിംഗ് തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. ഓ, സർപ്രൈസ് ആയിരിക്കും അല്ലേ? സത്യം പറ, എത്ര രൂപ കിട്ടി? ദേ, ഞാൻ വല്ല പറഞ്ഞോണ്ടല്ലോ, സത്യമായിട്ട് എനിക്കിത് അറിയില്ല. പിന്നെ നീ അറിയാണ്ടാണോ നിന്റെ പടം ഇതുപോലെ തന്നെ വരച്ചു വെക്കണേ? എടി, ഞാൻ കള്ളം പറഞ്ഞതല്ല. എന്നാലും അങ്ങനെയാണോ കാര്യങ്ങള്? എന്നാലേ ഇത് വെറുതെ വിട്ടെടുത്തൂടാ. നീ നമ്പർ ഒന്ന് വായിക്കേ. എന്റെ പൊന്നു പെങ്ങളെ, മനസ്സാവാദ ഞാനത് അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ഇവളുടെ പടം തന്നെ വരച്ചു വെച്ചത്? പരസ്യം കാണിച്ചാലേ കടയിൽ ആളുകൾ വരുവല്ലെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോ ഞാനാ ആ ഫൈൻ ആർട്സ് പിള്ളേരോട് പടം വരയ്ക്കാൻ പറഞ്ഞത്. നയൻതാരയുടെ പടം വരയ്ക്കാൻ. അപ്പൊ അവര് പറയാ അവരുടെ അനുവാദം ഇല്ലാതെ പടം വരച്ചു കഴിഞ്ഞാൽ അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആകെപ്പാട് വിഷമിച്ചിരുന്നപ്പോൾ ഫോൺ എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഉഗ്രനോട് കിൾക്കാച്ചി പെണ്ണ് ഫോട്ടോ കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ പെണ്ണ് കൊള്ളാവെന്ന് ചോദിച്ചു. ഞാൻ നോക്കിയിട്ട് നല്ല പെണ്ണ്, അവന്റെ ഭാവനയെ വരച്ചതാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പെണ്ണ് ലോകത്ത് ജീവിച്ചിരിപ്പില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഈ നിൽക്കുന്ന ആരടോ? അട്ടോ അതാ എനിക്ക് മനസ്സിലാവാ. പെങ്ങള് മോഡലാ? ചാരു, ഇവനൊക്കെ പിന്നെ കാണാം. ആദ്യം ഫൈൻ ആർട്സ് കോളേജ് വാ. പെങ്ങളെ, കേസാക്കല്ലേ? ഓ, ഇത് കേസാവും. എങ്ങനെയുണ്ട് ഇതിലേടാ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു ഏട്ടാ, താങ്ക് യു. താങ്ക്സ് ഡാ, താങ്ക്സ്. നീ ക്യാൻറ്റീനിലോട്ട് പോലെ നമുക്ക് അവിടെ വെച്ചാണോ? ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ? എവിടുന്ന് എന്റെ ഫോട്ടോ കിട്ടിയേ? അല്ല, എന്റെ അനുവാദമില്ലാതെ എന്റെ പടം വരയ്ക്കാൻ തന്നോട് ആരാ പറഞ്ഞത്? അന്നേരം ഒരു മുഖം വേണം തോന്നിയപ്പോ മനസ്സിൽ വന്നൊരു മുഖം വരച്ചോന്നേ ഉള്ളൂ. അത് താനാകുമെന്ന് സത്യത്തിൽ ഞാൻ കരുതിയില്ല. എന്നാലും ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഞാൻ വരച്ചതിനേക്കാൾ കൊള്ളാട്ടോ തന്നെ കാണാൻ. ചാരു, ഇവൻ പറയണ മൊത്തം ഡൈപ്പാ. നമുക്കേ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ, ഞാൻ പറഞ്ഞ സത്യമാ. ഞാൻ അറിയാതെ തന്നെ വരച്ചതാ. സോറി. ഞാൻ തന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല. ഞാനൊന്നും പറയണ്ട. ചാരു വാ, പോലീസിനോട്. നിക്ക് ഒരു മിനിറ്റ് പ്ലീസ്. ഇയാൾ ഈ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. താനോ?
അതെ ഒന്ന് നിക്കോ. അയ്യോ. ഹസ്ബൻഡിന് എപ്പോഴും സംശയമാണേ. ഒരു ഫോൺ കോൾ വരാൻ പാടില്ല, അപ്പോൾ തുടങ്ങും സംശയം. സത്യം പറഞ്ഞ മടുത്ത്. ചിലപ്പോൾ തോന്നും ചത്ത് കളഞ്ഞാൽ മതിയെന്ന്. കൊച്ചെന്നാത്തിനാ വിഷമിക്കുന്നേ? ഇതെല്ലാ വീട്ടിലും നടക്കുന്നതല്ലേ. അങ്ങനെ നോക്കിയാ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട സമയമേ കഴിഞ്ഞു. ഉദയേട്ടനില്ലായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ ആത്മഹത്യ ചെയ്തേനെ. ഓ, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയാതെ കൊച്ചു സന്തോഷമായിട്ട് പോയിട്ട് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് വാ. ചെല്ലേ ഓ. അയ്യോ. അണ്ണാ 24 മണിക്കൂറും ജിമ്മിൽ കിടന്ന് മരിച്ചിട്ട് നീര് വന്നല്ലാതെ ഒരു പരിപാടി നടക്കലാണ്. എന്നാലും ഇത് എങ്ങനെയാണ് ഇത്? അണ്ണാ പറഞ്ഞു വരുമ്പോ നിങ്ങളുടെ പകുതി ഗ്ലാമർ പോലും എനിക്കില്ല. ഓ, അതിലൊന്നും വലിയ കാര്യമില്ല. പിന്നെ ഈ പെണ്ണെന്ന് പറയുന്നത് പണ്ടാരാണ്ട് പറയുന്നത് പോലെ പൂച്ചക്കുട്ടി അണ്ണാ. ഈ ഭർത്താക്കന്മാര് കൊടുക്കാത്തൊരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അതെന്താണ് ആ സാധനം? സ്വാന്തനം. സാന്ത്വനം. അതൊരു പോയിന്റാണ്. അണ്ണാ ഇവളൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ്. ലിസണർ ആവണം. വിഷമിച്ചിരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു തലോടൽ, പിന്നെ പൂച്ചക്കുട്ടീന്നൊരു വിളി, അത്രേ ഉള്ളണ്ണ. അത് മതി, ഇനി പോരും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇവളെ വിളച്ച എങ്ങനെയാണെന്ന് അറിയുമോ? അത് പറ. അതൊരു കഥയാണ്. ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ആ ബെസ്റ്റ് ഒക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ രണ്ടു മൂന്നങ്ങ് മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സുഖിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം? നമുക്കൊന്ന് സൂഹിക്കണ്ട കോപ്പുകളെ. അതല്ലേ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നേ. നിങ്ങക്ക് വേണേ ഒന്നുകൂടെ എടുത്ത് കഴിച്ചോ. ഇത് കുടിച്ച് കരള് വീർക്കുമെന്നല്ലാതെ ഇതെല്ലാം ഞാൻ പറഞ്ഞ സുഖം. വക്കീലെ, നിങ്ങൾ കാര്യം തെളിച്ചു പറ. ശോകാണ് കമലാസന. കല്യാണം കഴിഞ്ഞതിന് ശേഷം ശോക. ഓ, കല്യാണം കഴിച്ചില്ലല്ലോ ഷോ അണ്ണ. അണ ഓരോരുത്തന്മാര് സെറ്റ് ചെയ്യണം. കൊതിയാവും. എടാ, അതിന് മൈഥുന യോഗം വേണം. ആ യോഗം കിട്ടാനും ഒരു യോഗം വേണം അല്ലേ? ഉള്ളത കമലാസന. ഡകടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കമലാസനൻ ജയകൃഷ്ണൻ പോകണ്ട. ഐ ലവ് യു. അതാണ്. നോക്കടേ, ഒരു പടി എങ്ങനെ ഉണ്ടോ നോക്കൂ. അണ ദീപ്തി. ദീപ്തി നല്ല ആര്? നിന്റെ ചാനൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സീരിയലിലെ നായിക. നടക്കുവോ? പെടക്കാതടാ. നടക്കോ കമലു? നടക്കും, ഞാൻ നടത്തിക്കും. പക്ഷെ സംഗതി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഇതിനോട് എന്ത് ചെയ്യാം? ഒരു ആർത്തി കണ്ടില്ല അവന്റെ. എന്റെ അണ്ണ കന്യകനാണ്. പിന്നെ ഈ കമല് ചുമ്മാ തള്ളി മറിക്കുള്ളൂ. അണ്ണൻ കട്ടെ, നമ്മൾ മൂന്നുപേരും കൂടെ സെറ്റ്. അതാണ്. അവിടെ ഒന്നുകൂടെ കാണിച്ച് പൊളിക്കും. ഇത് നടക്കും. ഇത് കമലഹാസന്റെ കൊണ്ട് മാത്രം നടക്കൂ. ലാസ്റ്റേ തരുള്ളേ. ലാസ്റ്റെങ്കിൽ ലാസ്റ്റ്. എന്നാലും കുഴപ്പമില്ല. ഞാൻ എല്ലാം പോയി ഒന്ന് സെറ്റ് ഇട്ടിട്ട് വരട്ടെ. സെറ്റ് ചെയ്യണ. പുഷ്പനെ വിളിക്കണം.